പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു മരുഭൂയാത്ര പോലെയാണ്. വഴികൾ പലതുണ്ട്. എന്നാൽ പിന്തുടരുവാൻ കർത്താവിന്റെ ചുവടുകൾ ഉണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ജയവുമുണ്ട്. ലോകം പറയുന്ന വഴികൾ അനേകമുണ്ട്. എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ഓടുവാൻ നമ്മൾക്ക് കഴിയുകയില്ല. എന്നാൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴി യേശു കർത്താവ് തന്നെയാണ്. വഴിയുടെ കോണുകളിൽ തടസ്സങ്ങളുണ്ടാവും, കല്ലുകളുണ്ടാവും, വഴുതുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. എന്നാൽ പിൻപിലുള്ളതിനെ മറന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിലെത്തുമെന്നത് സുനിശ്ചിതമാണ്. ഇയ്യോബ് സാക്ഷ്യം പറയുന്നു, എന്റെ കാലടി അവന്റെ ചുവട് പിന്തുടർന്ന് ചൊല്ലുന്നു, ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു. സങ്കീർത്തനകാരൻ ഉറപ്പു നൽകുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. പ്രിയരെ, നമ്മൾക്ക് പിന്തുടരുവാൻ ഒരു വഴിയും നോക്കി യാത്ര ചെയ്യുവാൻ ഒരു ചുവടും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ജീവിതപാതയിൽ താങ്ങായി തണലായി കൂടെ നടക്കുന്ന കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് കൃപ പകരട്ടെ. അവന്റെ ചുവടുകൾ പിന്തുടരുമ്പോൾ നമ്മുടെ കാൽ വഴുതുകയില്ല. ലക്ഷ്യം നിശ്ചിതമാണ്, ജയം സുനിശ്ചിതമാണ്. ഈ വലിയ ഉറപ്പോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കാൽ വഴുതുവാൻ ഇടയാകാതെ എപ്പോഴും നിന്റെ കൃപയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കരുതുന്ന നിന്റെ കരം ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ താങ്ങായിരിക്കണമേ. ഞങ്ങളെ നടത്തി പരിപാലിച്ച് സൂക്ഷിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ നന്മയെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.